വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിപ്പ് പൊട്ടിയാൽ കമ്പനിക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടാവുന്നതല്ല. ബ്ലൂടൂത്ത് ഡിവൈസ് കണക്റ്റഡ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമുക്ക് ഇന്ന് എങ്ങനെ നമ്മുടെ ഈ RTR 310 അകത്ത് ഈ ഇരിക്കുന്ന ചാർജ് സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം ആക്ച്വലി അറിയാവുന്നവർ കാണും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒരു ട്യൂട്ടോറിയലാണ് വീഡിയോ. അപ്പൊ ജസ്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ സാധനം വെക്കേണ്ടുന്നത് ദണ്ട് ഇവിടാണ്. മിറർ ഊരിട്ട് വെക്കണം. അത് നമുക്ക് ആദ്യം വേണമെങ്കിലും വെക്കാം, അല്ലെങ്കിൽ അവസാനം വേണമെങ്കിലും വെക്കാം. ഇതിൽ ഏറ്റവും വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാർജർ വെക്കാനുള്ള സോക്കറ്റ് ഇതിൻ്റെ അകത്ത് തന്നെ, ഇതിൻ്റെ ഫീമെയിൽ സോക്കറ്റ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ഡാർക്കായിട്ടുള്ള കാര്യം. അത് ഇത്തിരി ടഫാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പീസ് ഉണ്ട്. ആക്ച്വലി RTR യൂസേഴ്സിന് നല്ലപോലെ അറിയാം. ആ ഒരു പീസിന്റെ ഇത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓൺ സൈറ്റിൽ നമ്മളെടുത്ത് പറഞ്ഞേക്കുന്നത് ഇവിടെ ആയിട്ട് ക്ലിപ്പ് ഉണ്ടാവുന്നതാണ്. ആക്ച്വലി ഇവിടെ തന്നെയാണ് വരുന്നത്, പക്ഷേ ഈ ക്ലിപ്പ് നിലവിലിരിക്കുന്നത് ഇവിടെ അല്ല. എല്ലാവർക്കും ചിലപ്പോൾ ആ പൊസിഷൻ ആയിരിക്കണമെന്നില്ല, ഇത്ര ഏരിയയിൽ എവിടെയെങ്കിലും ആയിരിക്കും ഈ സാധനം വരുന്നത്. ആക്ച്വലി ഇത് ഊരാൻ വേണ്ടിയിട്ട് നമ്മുടെ ടൂൾ കിറ്റിനകത്ത് ഒരു അലങ്കിയുണ്ട്. ഇതാണ്ടേ ഈ അലങ്കിയും പിന്നെ അതിൻ്റെ തന്നെ സ്ക്രൂ ഡ്രൈവർ. ഓൾറെഡി നമ്മുടെ ടൂൾ കിറ്റ് മാത്രം മതി നമുക്ക് ഈ സാധനം ഇളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൂൾ കിറ്റ് നമ്മൾ അലങ്കി വെച്ചിട്ട് അത് ഇളക്കി മാറ്റിയതിന് ശേഷം പക്ഷേ ഇത് ഊരുമ്പം ശ്രദ്ധിച്ചൂരുക. ഇതെല്ലാം സ്ലൈഡിങ് ക്ലിപ്സ് ആണ്. ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് വേണം ഊരിയെടുക്കാൻ. ആക്ച്വലി അത് ശ്രദ്ധിക്കുക, കാരണം ഇവിടുത്തെയും ക്ലിപ്പ് ജസ്റ്റ് സ്ലൈഡ് ചെയ്യുക. ഇത് ഊരിയതിന്, അതായത് നമ്മളുടെ ഇവിടെ വരുന്ന പീസ് ഇതാണ്ടേ ഇതേപോലത്തെ ഒരു പീസ് ഇവിടെ ഉണ്ടല്ലോ, ആ പീസ് സ്ലൈഡ് ചെയ്ത് ഇളക്കിയതിന് ശേഷം മാത്രമേ ഈ പീസ് ഇളക്കാവൂ. ഈ പീസും ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് മാത്രമേ ഊരാവൂ, അല്ലെങ്കിൽ ക്ലിപ്പ് പൊട്ടും. ക്ലിപ്പ് പൊട്ടിയാൽ കമ്പനിക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടാവുന്നതല്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഇതെല്ലാം റിമൂവ് ചെയ്ത് കഴിയുമ്പം ഇത് ഇവിടെ കണ്ടോ, ഈ സൈഡ് ഇവിടെ അങ്ങ് നോക്കിയിട്ട് കാര്യമില്ല, ജസ്റ്റ് നോക്കുക. കിട്ടില്ല എന്നുണ്ട് ഇതാ ഇവിടെ. അയ്യോ എന്ത് കണ്ണില്ലല്ലോ. ഇവിടെ ഒരു പച്ച ക്ലിപ്പ് ഉണ്ട്. അതാണ്ട് ജസ്റ്റ് ഇതാ ഇവിടെ ഒരു പച്ച ക്ലിപ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഞാൻ കാണിച്ചു തരാം, വെയിറ്റ്. അതാണ്ട് ഒരു പച്ച ക്ലിപ്പ് ഇതാ ഇവിടെ കാണുന്നുണ്ടോ? ഒരു മിന്നായം പോലെ അതാണ്ട് കണ്ട ഈ പച്ച ക്ലിപ്പ്, അതായത് നമ്മളുടെ ECU ഇരിക്കുന്നതിന്റെ തൊട്ട് മേളിൽ ഇതാണ്ട് ഒരു പച്ച ക്ലിപ്പ് കാണാം. അതിനകത്തോട്ട് നോക്കിയാൽ അറിയാൻ പറ്റും, അകത്തോട്ട് നോക്കുമ്പോഴേ അറിയാൻ പറ്റും. അവിടെ ആയിട്ട്, അതായത് നമ്മൾ ഈ ക്ലച്ച് സ്വിച്ചിന്റെ കപ്ലർ ഒന്ന് കണക്ട് ആവുന്നതിന്റെ അടുത്ത് ആയിട്ട് ഇതിനെ മടക്കി വെച്ചേക്കും. ഇതാണ്ട് ഇതാണ് നമ്മുടെ ക്ലിപ്പ്. ആ പച്ച ക്ലിപ്പ് വലിച്ചിളക്കരുത്. ഈ കറുത്തതാണ് നമ്മുടെ സാധനം. ഇതിളക്കിയെടുക്കുക. ഇതിളക്കിയെടുത്തിട്ട് ഇത്രേ ഉള്ളൂ. ഇത് ഫൈൻഡ് ചെയ്യുന്നതേ ഉള്ളൂ ഇത്തിരി നേരത്തെ പണി, ബാക്കി ഒന്നും പണിയില്ല. ഇത് ഊരിയെടുക്കുക. ഇത് ഊരിയെടുത്തിട്ട് ജസ്റ്റ് നമ്മളുടെ ചാർജിങ് പോർട്ട് എവിടെയാണോ വെക്കുന്നത്, അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുവെക്കാൻ പറ്റത്തില്ല, ഇവിടെ തന്നെ വെക്കാനേ പറ്റും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റം ചെയ്ത് എവിടെയെങ്കിലും വെക്കാൻ പറ്റുമെന്ന് വെച്ചാൽ വെക്കാൻ പറ്റും, വേണമെങ്കിൽ വെക്കാം. ജസ്റ്റ് അത് ഇവിടെ മൗണ്ട് ചെയ്യുക. ഇവിടെ മൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തൂടെ വൃത്തിയായിട്ട് ഇതൊക്കെ ഊരാൻ പറ്റും. ഊരി വൃത്തിയായിട്ട് റൂട്ട് ചെയ്ത് നേരെ കൊണ്ടുവന്ന് ഈ കപ്ലറിനകത്ത് കണക്ട് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് 2 കേബിൾ ടൈ ഈ കനം മതി. ഇതിനെ വലുത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ ടൈ ഇട്ടിട്ട് എഞ്ചിനിലോട്ട് തട്ടാത്ത രീതിയിൽ ജസ്റ്റ് വൃത്തിയായിട്ട് ടൈ ചെയ്ത് ബാക്കി പീസെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിൻ്റെ പണി കഴിയും. അപ്പം ആക്ച്വലി ഇത് വെച്ചിട്ട് കാണിക്കാം. ആണ്ടേ കറക്റ്റ് പോർഷനിൽ സാധനം തന്നെ ഇവിടെ വെച്ചു. ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ അകത്തൂടെ റൂട്ട് ചെയ്ത് ഇതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഇറക്കി നേരെ ഇതിൻ്റെ അകത്തൂടെ വെക്കും. ഇതിങ്ങോട്ട് ഒതുങ്ങണം. ടൈ ചെയ്യുമ്പോൾ അത് ഒതുക്കും. ടൈ ചെയ്തിട്ടില്ല, ഞാൻ ക്ലിപ്പ് കണക്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ പോയി പറ്റുമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഇതാണ് ഏറ്റവും നല്ല വഴി. അങ്ങനെ എടുത്ത് നേരെ കൊണ്ടുവന്ന് ഇവിടെ വരും. കണ്ട ഇവിടെ വന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം. മേ ബി ഇപ്പം ഇളക്കിയാൽ ഇതാണ്ടേ ഈ സാധനം കണ്ട ഇങ്ങനൊരു ഡെമ്മി ക്ലിപ്പ് ഇവിടെ കാണും. ഇവിടെ ഇത് റിമൂവ് ചെയ്യുക, എന്നിട്ട് ഇത് മാറ്റുക. എന്നിട്ട് നമ്മുടെ ചാർജറിൻ്റെ തുമ്പുവശം, അതായത് ഇപ്പം ഇതാണ്ടേ കൈ കണക്റ്റഡ് കണ്ട, ബ്ലൂടൂത്ത് ഡിവൈസ് കണക്റ്റഡ് എന്നൊക്കെ പറയുന്ന പോലെ കണക്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ പണി. എന്നിട്ട് ഇനി ഇതിനകത്ത് നമ്മളുടെ കലാസൃഷ്ടിയാണ്. നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ ഇത് ഒതുക്കി വെക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെക്കുക. പറ്റുമെങ്കിൽ ഇത് വന്ന വഴിയെ ഇതിനെ തിരിച്ചു വിടാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങോട്ട് കൊണ്ടുവന്ന വഴിയെ നമുക്കിതിനെ തിരിച്ച് വെക്കാൻ പറ്റും. അപ്പം അത് ഞാൻ വെച്ചിട്ട് ഞാൻ കണക്ട് ചെയ്ത് ഇങ്ങനെ മടക്കി ഇവിടെ വെച്ച് കണക്ക് അതേപോലെ എടുത്ത് ഇവിടെ കയറ്റി വെക്കാൻ പറ്റും. അവിടെ കയറ്റി വെച്ചിട്ട് ടൈ ചെയ്യുക, ക്ലോസ് ചെയ്യുക, അത്രേ ഉള്ളൂ പണി. അപ്പം വേണ്ടുന്ന സൈഡൊക്കെ നോക്കി അളന്നിട്ട് സെറ്റ് ചെയ്യുക. അപ്പം ചാർജർ വെച്ചു. നമുക്കത് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. എടുത്തില്ല.
വണ്ടി കൊണ്ടുപോകുന്നുണ്ട്. ഈ പരസ്യമാണ് സഹിക്കാൻ പറ്റാത്തത്. അപ്പം ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട്. ലൈറ്റൊന്നും ഇല്ലല്ലേ? ലൈറ്റൊന്നുമില്ല. ഞാൻ ചാർജറിൻ്റെ കേബിൾ കണക്ട് ചെയ്ത് ഫോണിനകത്ത് നോക്കുമ്പോൾ ആക്ച്വലി ചാർജ് കയറുന്നുണ്ട്. 17% ചാർജ് കയറുന്നുണ്ട്. അപ്പം സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇതുപോലുള്ള യൂസ്വൽ ടിപ്സുമായിട്ട് നീങ്ങാം.